പരിശുദ്ധമായ റമദാനിന്റെ ആദ്യ പത്തിലെ അനുഗ്രഹത്തിന്റെ ഓരോ ദിനരാത്രങ്ങളും നമ്മിൽ നിന്ന് കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. പരിശുദ്ധമായ റമദാനിൻ്റെതാകുന്നതായ പ്രത്യേകതകൾ എണ്ണുന്ന അവസരത്തിൽ പണ്ഡിതന്മാര് പറഞ്ഞു, മുഷ്ക് കാണിക്കുന്ന പിശാചിനെ, ശൈത്വാന്മാരെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പരിശുദ്ധമായ റമദാൻ മാസത്തിൽ ചങ്ങലക്കിടുമെന്ന് നബിയുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ ഒരു ഭാഗം കേൾക്കുമ്പോൾ നമ്മളൊക്കെയും ചിന്തിച്ചു പോകും, എന്നിട്ടും പല ആളുകളും പടച്ച റബ്ബിനോടുള്ളതായ കടമകളും കടപ്പാടുകളും മറന്നുകൊണ്ട് ജീവിക്കുന്നവരുണ്ടല്ലോ. അള്ളാഹു മുഷ്ക് കാണിക്കുന്ന പിശാചിനെ ചങ്ങലക്കിട്ടിട്ട് പോലും പിശാചിൻ്റെതാകുന്നതായ പ്രവൃത്തികൾ നമ്മുടെ ജീവിതത്തിൽ, അതല്ലെങ്കിൽ മുസ്ലിമീങ്ങൾ എന്ന് പറയുന്നവരുടെ ജീവിതത്തിൽ വരുന്നുണ്ടല്ലോ എന്ന് ചിന്തിക്കുമ്പോൾ ഹബീബായ സല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലമ തങ്ങൾ അവിടുന്ന് സ്വഹാബത്തിനോട് പഠിപ്പിച്ചു കൊടുത്തു, ഇന്നബിനി ആദമ ലമ്മത്തും ബിൽ മലക്കി വലമ്മത്തും ബിശൈത്താൻ. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ആദം സന്തതികൾക്ക് രണ്ട് ബന്ധങ്ങളാണുള്ളത്. ഒന്ന് മലക്കുമായി ബന്ധമുണ്ട്, വേറൊന്ന് പിശാചുമായും ബന്ധമുണ്ട്. നബിയുന മുഹമ്മദുർ റസൂലുള്ളാഹി. നമ്മുടെ ഓരോരുത്തർക്കും പിശാചുമായിട്ടും മലക്കുമായിട്ടും ബന്ധമുണ്ട്. എന്നാൽ അവിടുന്ന് അല്ലാഹുവിന്റെ റസൂൽ സ്വഹാബത്തിനോട് പറയുകയാണ്, മലക്കുമായിട്ടുള്ളതായ ബന്ധമാണോ പിശാചുമായിട്ടുള്ള ബന്ധമാണോ കൂടുതലെന്നറിയാനുള്ള മാർഗമായി അല്ലാഹുവിന്റെ റസൂൽ അവിടുന്ന് പറയുകയാണ്, പരിശുദ്ധമായ ദിനരാത്രങ്ങൾ കടന്നു വരുമ്പോ കൃത്യമായി നിസ്കരിക്കുന്നവര്, ദാനധർമ്മങ്ങൾ ചെയ്യുന്നവര്, യഥാർത്ഥ നിലയിൽ ഈമാനിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിതം നയിക്കുന്നവര്, അവരെ സംബന്ധിച്ച് പറയുമ്പോ അവര് മലക്കുകളുമായി കൂടുതൽ ബന്ധമുള്ളവരാണ്. പിശാചുമായി ബന്ധമുള്ളവർ, അവർക്ക് നിസ്കരിക്കാൻ തോന്നൂല. പരിശുദ്ധമായ റമദാൻ കടന്നു വന്നാൽ പോലും അല്ലാഹുവിനോടുള്ളതായ കടമകൾ പാലിക്കാൻ അവർക്ക് വല്ലാത്ത മടിയായിരിക്കണം. അവര് പിശാചുമായിട്ട് ബന്ധമുള്ളവരാണെന്ന് നബിയുന മുഹമ്മദ് റസൂലുള്ളാഹി. അതാണ് പരിശുദ്ധമായ ഖുർആൻ അവിടുന്ന് പറഞ്ഞത്, ഇന്നഹു ലൈസ ലഹു സുൽത്താൻ അലല്ലദീന ആമനൂ വഅലാ റബ്ബിഹിം യതവക്കലൂൻ. യഥാർത്ഥമായ ഈമാൻ ഉൾക്കൊണ്ടവരുടെ മേൽ പിശാചിന് ആധിപത്യം സ്ഥാപിക്കാൻ കഴിയുകയില്ലെന്ന് പടച്ച റബ്ബ് അവിടെന്ന് പറയുമ്പോ ഈ ഹദീസ് സ്വഹാബത്തിനോട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു കൊടുത്തപ്പോ മാ മിൻകും മിൻ അഹദിൻ ഇല്ലാ വഖദ് ഉഖിദ ബിഹി ഖരീനുഹു, ഓരോ ശരീരങ്ങൾക്കും പിശാചുമായിട്ട് ബന്ധമുണ്ടെന്ന് പറഞ്ഞപ്പോ സ്വഹാബത്ത് ചോദിച്ചു, യാ റസൂലല്ലാഹ് വലാ അൻത യാ റസൂലല്ലാഹ്, നബിയേ തങ്ങൾക്കും അങ്ങനെയാണോ നബിയേ? ഓരോ കാര്യങ്ങളും അല്ലാഹുവിന്റെ റസൂൽ പറയുമ്പോ സഹാബാക്കൾ വെറുതെ വിടൂല. സഹാബാക്കൾ ചോദിച്ചു, നബിയേ തങ്ങൾക്കും അങ്ങനെയാണോ? പിശാചിന്റെ ബന്ധവും മലക്കിന്റെ ബന്ധവും ഉണ്ടോ എന്ന് ചോദിച്ചപ്പോ അല്ലാഹുവിന്റെ റസൂൽ അവിടെന്ന് പറയുകയാണ്, വഅന വലാകിൻ നസഹതുഹു ഫഅസ്ലമ ഫലാ യഉമുറനി ഇല്ലാ ബിഖൈർ. ഈ പരിശുദ്ധമായ റമദാൻ കൊണ്ട് നേടിയെടുക്കാനുള്ള, എന്ത് നേടിയെടുക്കണം എന്ന ചോദ്യത്തിനുള്ള മറുപടിയാണ് അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, സ്വഹാബത്തേ എനിക്കും മലക്കുമായിട്ട് ബന്ധമുണ്ട്, പിശാചുമായിട്ട് ബന്ധമുണ്ട്. എന്നാൽ എന്റെ പിശാചിനെ നസഹതുഹു, ഞാൻ അവന് ഒരുപാട് ഉപദേശം കൊടുത്തു സ്വഹാബത്തേ. അവനെ ഞാൻ പട്ടിണിക്കിട്ടു സ്വഹാബത്തേ. അവന് വല്ലാത്ത ദാഹം ഞാൻ കൊടുത്തു സ്വഹാബത്തേ. നിശബ്ദതയില്ലാതെ നിസ്കരിക്കുമ്പോൾ എന്റെ ശരീരത്തിലുള്ള പിശാച് വല്ലാതെ വിഷമിച്ചു പോയി സ്വഹാബത്തേ. അങ്ങനെ ആ പിശാചിനെ ഞാനങ്ങ് നന്നാക്കിയെടുത്തു സ്വഹാബ.
പറയാം, എന്റെ ശരീരത്തിലും പിശാചുമായിട്ടും മലക്കുമായിട്ടും ബന്ധമുണ്ട്. എന്നാൽ എന്റെ ശരീരത്തിലുള്ള മലക്കിനെ ഞാനങ്ങ് നന്നാക്കിയെടുത്തു. ശേഷം ഖൈറല്ലാത്ത ഒന്നും എന്നോട് കൽപ്പിക്കാൻ വേണ്ടി ആ പിശാചും വന്നിട്ടില്ല. നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി. ആ പിശാചിനെ, നമ്മുടെ ശരീരത്തിലുള്ള പിശാചിനെ നന്നാക്കുക, ഇതാണ് പരിശുദ്ധമായ റമളാൻ. കേവലം ഭക്ഷണം, അതുപോലെ തന്നെ വെള്ളം, അതിൽ നിന്ന് മാറി നിൽക്കലല്ല, ഒരുപാട് കാര്യങ്ങൾ നിയന്ത്രിക്കേണ്ടി വരും. നമ്മുടെ ജീവിതത്തിന് ഒരുപാട് സൂക്ഷ്മതയിലൂടെ നടത്തേണ്ടി വരും. പല നിലയിലുള്ളതായ പരീക്ഷണങ്ങൾ ഒരു പക്ഷേ പടച്ചറപ്പ് നമ്മിലേക്ക് നൽകിയെന്നിരിക്കും. ഇന്ന ഭാഗത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ അവൻ ഏത് ഭാഗം നിയന്ത്രിച്ചു കൊണ്ടായിരിക്കും പോകുന്നത്. ഇങ്ങനെ പല പരീക്ഷണങ്ങൾ പടച്ചറപ്പ് നൽകിയെന്നിരിക്കും. ഇവിടെയെല്ലാം പ്രത്യേകിച്ച് ഈ പരിശുദ്ധമായ റമളാനിലൂടെ നമ്മുടെ ശരീരത്തിലുള്ള, നമ്മുടെ നഫ്സിലുള്ളതായ പിശാചിനെ നന്നാക്കുകയാണ് വേണ്ടിയത്. അല്ലാഹു അതിനുള്ള തൗഫീഖ് നൽകട്ടെ. يا بني آدم ألا تعبدوا الشيطان إنه لكم عدو مبين وأن اعبدوني هذا صراط مستقيم. പരിശുദ്ധമായ ഖുർആൻ സൂറത്ത് യാസീനിലൂടെ അല്ലാഹു പറയാണ്, അലം മഅഹദ് ഇലൈക്കും യാ ബനി ആദം, ഓ ആദം സന്തതികളോട് കരാർ ചെയ്യുകയാണ്, അല്ലാ തഅബുദു ശൈത്താൻ, പിശാചിനോട് നിങ്ങൾ സാമീപ്യപ്പെടരുത്, പിശാചിനെ നിങ്ങൾ വഴിപ്പെട്ടുകൊണ്ട് ജീവിതം നയിക്കരുത്. ഇന്നഹു ലകും അദുവ്വുൻ മുബീൻ, അവൻ വ്യക്തമായ ശത്രുവാണ് നിങ്ങൾക്ക്. വഅനി അബ്ദൂനി ഹാദാ സിറാത്തുൻ മുസ്തഖീം, മൃദുവായ ചൊവ്വായ പാത എന്നിലൂടെയാണ്, എന്നെ നിങ്ങൾ വഴിപ്പെട്ടുകൊണ്ട് ജീവിതം നയിക്കണമെന്ന് പരിശുദ്ധമായ ഖുർആൻ നമ്മോട് പ്രസ്താവിക്കുമ്പോ, എന്റെ ഭാര്യ, എന്റെ മക്കള്, എന്റെ വീട്ടുകാര്, അവരുടെ ശരീരത്തിൽ മലക്കുമായിട്ടുള്ള ബന്ധമാണോ കൂടുതലുള്ളത്? അവരുടെ ശരീരത്തിൽ പിശാചുമായിട്ടുള്ള ബന്ധമാണോ കൂടുതലുള്ളത്? നാം ഒന്ന് ചിന്തിക്കണം. അല്ലാഹുവേ, ഈ പരിശുദ്ധമായ റമളാൻ കൊണ്ട് നന്നാവാൻ, പരിശുദ്ധമായ റമളാൻ കൊണ്ട് നമ്മുടെ ശരീരത്തിലുള്ള പിശാചിനെ നന്നാക്കിയെടുത്ത് അല്ലാഹുവേ നന്മയായ കാര്യങ്ങളിൽ മുന്നേറാനുള്ള തൗഫീഖ് സാധുക്കളായ ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ്. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. അസ്സലാമു അലൈക്കും.